بإحسان إلى يوم الدين. ثم أما بعد فأعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشري نفسه ابتغاء مرضات الله. صدق الله العلي العظيم. സ്നേഹമുള്ള മക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഏത് പേരിലാണ് നിങ്ങളെ വിളിക്കേണ്ടത് എന്നറിയാത്തത് കൊണ്ടാണ് മൂന്നും വിളിച്ചത്. നിങ്ങളെൻ്റെ മക്കളാണ്, എൻ്റെ മക്കളെക്കാൾ പ്രായം കുറവാണ്, എൻ്റെ സഹോദരന്മാരാണ്. ദീനിൽ എന്നെയും നിങ്ങളെയും ബന്ധിപ്പിക്കുന്ന കണ്ണി അൽ-ഉഖ്വൽ ഇസ്ലാമിക സഹോദര്യമാണ്. എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ വിദ്യാർത്ഥികളെല്ലാവരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ മൂന്നർത്ഥത്തിലും ഞാൻ നിങ്ങളെ എൻ്റെ നെഞ്ചോട് ചേർത്ത് എൻ്റെ മക്കളായി കണ്ട് സ്വാഗതം ചെയ്യുകയാണ്. അഹ്ലൻ വസഹ്ലൻ വമർഹബൻ. ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന ഒരു പ്രയോഗമാണത്. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അഹ്ലൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെൻ്റെ കുടുംബക്കാരനാണ്. ഓരോരുത്തരും എൻ്റെ കുടുംബക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവും മദീനത്ത് പാതിരാത്രി, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരു പാതിരാത്രി, ഒരു 12 മണിക്ക് നേരത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വന്നാൽ വീട്ടിൽ തലാക്ക് വരെ സംഭവിക്കും. ഈ പാതിരാത്രി പണ്ടാറടക്കാൻ ഇല്ലേ? ആ സമയത്ത് അബൂ അയ്യൂബുൽ അൻസാരിയുടെ ഭാര്യ ഉടനെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കുകയാണ് അതിഥിക്ക് വേണ്ടി. ഇതാണ് ഇസ്ലാമിലെ സാഹോദര്യം എന്ന് പറയുന്നത്. അഹ്ലൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാഗതം ചെയ്തത്. വസഹ്ലൻ, താങ്കൾക്ക് ഇവിടെ എല്ലാം എളുപ്പമാണ്. താങ്കൾക്ക് ഇഷ്ടമുള്ളത് ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, പാലാണെങ്കിൽ പാല്, വെള്ളമാണെങ്കിൽ വെള്ളം. വമർഹബ, താങ്കളെ നെഞ്ചോട് ചേർത്ത് സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ആഴവും പരപ്പും ആ ഒരു വാചകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പേ സ്വഹാബികൾ ഹിജറ തുടങ്ങിയിരുന്നു. വാസ്തവത്തിൽ ഹിജറ എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ഭാഷയിൽ ഐക്കണോക്ലാസ്റ്റ്, അതൊരു വിഗ്രഹഭഞ്ജനമാണ്. അതെങ്ങനെയാണ് വിഗ്രഹഭഞ്ജനമാകുന്നത്? അവർ വല്ല വിഗ്രഹങ്ങളെയും ഭഞ്ജിച്ചോ? അക്ഷരാർത്ഥത്തിൽ ഒരു വിഗ്രഹങ്ങളെയും അവർ ഭഞ്ജിച്ചിട്ടില്ല. അവർ ഹിജറ പോകുമ്പോൾ മക്കയിൽ ഈ പറയുന്ന വിഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഹുബലടക്കമുള്ള ചെറുതും വലുതുമായ ലാത്ത, ഉസ്സ പോലെയുള്ള ഒരുപാട് ഗോത്ര ദൈവങ്ങളും കുടുംബ ദൈവങ്ങളും പുരുഷ ദൈവങ്ങളും സ്ത്രീ ദൈവങ്ങളും ദേവതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുഹൈബ് നടത്തിയത് ഒരു വിഗ്രഹഭഞ്ജനമായിരുന്നു. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം, ലോകത്ത് ജീവിക്കുന്ന ജീവനുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പൈസ വലിയൊരു വിഗ്രഹമാണ്, ഐക്കോണാണ്, അല്ലേ? പൈസയെ ആരാധിക്കുന്നവരാണ് നമ്മളൊക്കെ. എല്ലാവരും പൈസക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഭാര്യ, കുടുംബം, പലരും കുടുംബങ്ങളുടെ ബന്ധികളാണ്. വാപ്പാന്റെ ബന്ധിയാണ്, ഉമ്മാന്റെ ബന്ധിയാണ്, സഹോദരന്റെ ബന്ധിയാണ്. സഹോദരൻ നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള മക്കളുണ്ട്. വാപ്പ നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള മക്കളുണ്ട്. ഇല്ലാന്ന് പറയണ്ട. സ്വയം ഇഷ്ടപ്രകാരം ഇവിടെ വന്നവരൊന്ന് കൈവക്കുകയും സ്വയം ഇഷ്ടപ്രകാരം ഞാനിവിടെ വന്നതാണ്. ഓക്കെ, കൈതാക്കും. ഉപ്പാന്റെ നിർബന്ധപ്രകാരം ഇവിടെ വന്നവരൊന്ന് കൈവക്കുകയും, ഓക്കെ, ഉമ്മാന്റെ നിർബന്ധപ്രകാരം ഇവിടെ വന്നവരൊന്ന് കൈവക്കുകയും, ജ്യേഷ്ഠന്മാരുടെ നിർബന്ധപ്രകാരം ഇവിടെ വന്നവർ കൈവക്കുകയും. അപ്പോ ഇതൊക്കെ വാസ്തവത്തിൽ വിഗ്രഹങ്ങളാണ്, ഇതൊക്കെ ഐക്കോണുകളാണ്. ഈ ഐക്കോണുകളെ നമുക്ക് വഞ്ചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അഥവാ നമ്മളിപ്പോഴും ഹിജറ ചെയ്തിട്ടില്ല. നമ്മളിൽ ഭൂരിഭാഗവും ഇപ്പോഴും ഹിജറ ചെയ്യാത്തവരാണ്. ഒന്നുകിൽ വാപ്പയുടെ നിർബന്ധം സഹിക്കാണ്ട് എന്നെ ഓടിപ്പോകുന്നതാണ്, മൈഗ്രേറ്റ് ചെയ്തതാണ്, ഫ്ലീ എന്നാണ് അതിന് പറയുക. ഫ്ലീ ചെയ്തതാണ്, ഫ്ലൈറ്റ് ചെയ്തതാണ്, പലായനം ചെയ്തു എന്നാ പറയാ. നമ്മുടെ ചില ഭാഷകർ പറയാറുണ്ട് പലായനം ചെയ്തു എന്ന്.
ശരിയാണോ അത്? ശരിയാണോ? പാലായനം ചെയ്തു. അങ്ങനെ വീട്ടിൽ നിന്ന് പാലായനം ചെയ്തവരാണോ നിങ്ങൾ? പാലായനം എന്ന് പറയുന്ന പദത്തിനോട് എനിക്കൊരു പ്രശ്നമില്ല. പാലയിലേക്ക് പോകുന്ന ആളുകളെയാണ് പാലായനം ചെയ്തവർ എന്ന് പറയാം. നിങ്ങളൊന്നും പാലായിലേക്ക് പോയ ആളുകളല്ല, മറിച്ച് ശാന്തപുരം എന്ന് പറയുന്ന ഈ മഹാസാഗരത്തിലേക്ക് വന്ന മഞ്ഞുതുള്ളികൾ അല്ലെങ്കിൽ വെള്ളത്തുള്ളികളാണ്, അല്ലേ? ഇതിനെ പലായനം എന്നാണ് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പ്രബോധനം മദീനയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ 13 വർഷം പൂർത്തിയായി. അതിൽ പീഡനപർവം പ്രബോധനത്തിൻ്റെ തലക്കെത്തിയപ്പോൾ റസൂലുള്ളാഹിക്ക് നിവൃത്തിയില്ല, കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. റസൂലുള്ളാഹിയുടെ സഹാബത്ത് ഉറങ്ങുന്നതിൻ്റെ തലക്കും ഭാഗത്ത് ആയുധം വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ചില ആളുകൾ ഒറ്റക്കും തെറ്റക്കുമായി പോകാൻ തുടങ്ങി. അങ്ങനെ സുഹൈബുർ റൂമി കേട്ടിട്ടുണ്ടോ? സുഹൈബുർ റൂമി കേട്ടവരുന്ന് കഴിവൊക്കെ. സുഹൈബുർ റൂമി ഹിജ്റ പോകാൻ വേണ്ടി പുറപ്പെടുകയാണ്. സുഹൈബുർ റൂമി എന്നുള്ള പേരിൽ തന്നെ വ്യക്തമാണ്, അദ്ദേഹം മക്കക്കാരനല്ല, റോമക്കാരനാണ്, വരത്തനാണ്. വരത്തനായ സുഹൈബുർ റൂമി മക്കത്ത് വന്ന് നല്ല കച്ചവടക്കാരനായി. നല്ല കച്ചവടക്കാരനായിരുന്നു സുഹൈബുർ റൂമി. ആയുധം ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി അറബികളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവെക്കുന്ന ആളായിരുന്നു സുഹൈബുർ റൂമി. അത്യാവശ്യത്തിന് ബിസിനസ് പിടിച്ച് കുഴപ്പമില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് നല്ല ഒരു ജീവിതം നയിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇസ്ലാമിൻ്റെ സന്ദേശം അദ്ദേഹം നെഞ്ചിലെത്തുന്നത്. കിടത്തി ഉറക്കുന്ന സന്ദേശമല്ല ഇസ്ലാം, ആണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പാടി ഉറക്കുന്ന ഒരു സന്ദേശമാണോ ഇസ്ലാം? ഇല്ല. സുഹൈബുർ റൂമി ഇസ്ലാമിന് വേണ്ടി ജീവിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രതിസന്ധികളുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് വിലക്കുണ്ടായി. ഭാര്യയുടെ അടുത്ത് പോകാൻ പറ്റൂല എന്നൊക്കെ കുടുംബത്തോട് വിലക്കായി. അങ്ങനെ അദ്ദേഹം ഈ സന്ദേശവുമായിട്ട് മറ്റൊരു ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ അടുക്കലേക്ക് പോകുമ്പോൾ, വേഗതയുള്ള ഒരു കുതിരയാണ്, അതിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഇവരൊരു സംഘം, ഒരു ഗ്യാങ് വന്നിട്ട് തടഞ്ഞു. പോകാൻ പറ്റൂല, നീ വന്നത് ഇവിടെ തനി പാവമായിട്ടാണ്, പാപ്പർ സൂട്ടായിട്ടാണ്. പോകുമ്പോൾ നീ മില്യനറാണ്, കോടീശ്വരനാണ്, അതുകൊണ്ട് പൈസയൊക്കെ ഇവിടെ വെക്കണം. നീ മക്കത്ത് വന്നിട്ടുണ്ടാക്കിയ പൈസയാണ്, ആ പൈസയുമായിട്ട് നീ മറ്റൊരു നാട്ടിലേക്ക് പോകാൻ നമ്മൾ സമ്മതിക്കൂല. അദ്ദേഹം എന്നാ പിന്നെ ഞാൻ ഇവിടെ നിന്നളയാം എന്നാണ് പറഞ്ഞത്. ആ പൈസ എന്നാ പിന്നെ നിങ്ങൾ എടുത്തോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, നീ വരുമ്പോൾ നീ ഒറ്റയ്ക്കായിരുന്നു, കുന്ത ബിവഹദിക് അച്ചൈതന സഅലൂകൻ. പിന്നെ അവർ പറഞ്ഞത് അച്ചൈതന ബിവഹദിക്, നീ വന്നപ്പോൾ ഒറ്റയ്ക്കായിരുന്നു, ഇപ്പോൾ നിന്റെ കൂടെ നിന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഭാര്യ നിന്റെ നാട്ടുകാരിയല്ല, ഞങ്ങൾ കെട്ടിച്ചതെന്നോ, ഞങ്ങളുടെ നാട്ടുകാരിയാണ്, നീ ഞങ്ങളുടെ അളിയനാണ്, നിന്റെ മക്കള് ഇവിടുത്തുകാരാണ്. അതുകൊണ്ട് മക്കളെ കൊണ്ടുപോകാൻ പറ്റൂല, ഭാര്യയും കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഐക്കോണുകളാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയൊക്കെയാണ്. പലരും, നിങ്ങളെ ആലോചിക്കാനായിട്ടില്ലെങ്കിലും അങ്ങനെയാണ്. നിങ്ങൾ വാപ്പാരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ആണ്, അതൊക്കെ വലിയ ഐക്കോണുകളാണ്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങളുടെ നാട്ടുകാരിയായ നിങ്ങളുടെ ഭാര്യയെ, എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും നിങ്ങൾ, എനിക്കെൻ്റെ ആദർശമാണ് വലുത്. അങ്ങനെ സ്വന്തം ആദർശത്തിന് വേണ്ടിയാണ് സുഹൈബുർ റൂമി പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാർത്ത കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ടൊരു വർത്താനം പറഞ്ഞു. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്, ഖുർആൻ തഫ്സീറുകളിലുണ്ട്, സൂറത്തുൽ ബഖറ പഠിക്കുന്നുണ്ടോ? ومن الناس من يشري نفسه ابتغاء مرضات الله. ഏത് സൂറത്തിലാന്ന് പറഞ്ഞു അറിയോ? നിങ്ങളൊന്നുമില്ലേ? സൂറത്തുൽ ബഖറ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആൻസർ ഔട്ടായില്ല. ഏതായത്താണെന്നറിയോ? ഏകദേശം 207 ആയത്താണ്. അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തത്തെ വിറ്റവർ.
വാസ്തവത്തിൽ സുഹൈബ് റൂമി ആ കച്ചവടം വളരെ ലാഭകരമായ കച്ചവടമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സന്തോഷ വാർത്ത അറിയിച്ചത്. റബിഹൽ ബൈ, എന്താ റബിഹൽ ബൈ എന്ന് പറഞ്ഞാൽ ലാഭമുണ്ടാക്കിയ കച്ചവടമാണ് സുഹൈബ് നടത്തിയത്. ഇങ്ങനെ എല്ലാത്തിനെയും ആളുകൾ വളരെ വിലപ്പെട്ടതെന്ന് കരുതുന്ന പലതിനെയും ഇസ്ലാമിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒഴിവാക്കുക, ഇതിനെയാണ് ഹിജ്റ എന്ന് പറയുന്നത്. അതിപ്പോഴും സംഗതമാണ്, ആണോ അല്ലേ? ഇപ്പോഴും നമ്മൾ ഹിജ്റകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹിജ്റകൾ പുനരാവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഹിജ്റകൾ പിറന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാ? അള്ളാഹ്ക്ക് വേണ്ടി, അവൻ്റെ തൃപ്തിക്ക് വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ ഒഴിവാക്കുമ്പോൾ അതിനെയാണ് ഹിജ്റ എന്ന് പറയുന്നത്. അൽ മുഹാജിറു മൻ ഹജറ ഫീമാ നഹല്ലാഹു അൻഹു. പഠിച്ചിട്ടില്ലേ? ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവൻ വിലക്കിയതെല്ലാം ഒഴിവാക്കുന്നവനാണ് മുഹാജിർ. അപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ മുഹാജിറാകാൻ പറ്റുമോ? ഇല്ലേ? മുഹാജിറാകാൻ പറ്റും. അള്ളാഹു നിരോധിച്ച പല സംഗതികളുണ്ട്, അവിടേക്ക് അടക്കാതിരിക്കുക. അള്ളാഹു കൽപ്പിച്ച പലതുമുണ്ട്, അതിനെ നെഞ്ചിലേറ്റുക. ഇതാണ് വാസ്തവത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹിജ്റയെ ഖുർആൻ ചിത്രീകരിക്കുന്നുണ്ട്. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജ്റ പോവുകയാണ്. അപ്പോ ഒരു ഭൂപ്രദേശത്ത് നിന്നും മറ്റൊരു ഭൂപ്രദേശത്തിലേക്ക് ഓടിപ്പോകുന്നതിന്റെ പേരല്ല ഹിജ്റ, ആണോ? മക്കത്ത് നിന്നും മദീനത്തേക്ക് റസൂലുള്ളാഹി നടത്തിയ ഫ്ലീയുടെ പേരല്ല ഹിജ്റ, മൈഗ്രേഷന്റെ പേരല്ല ഹിജ്റ, ആണോ? അല്ല. ദഅവത്തിന്റെ ആദ്യഘട്ടത്തിൽ നിന്നും ദഅവത്തിന്റെ അന്ത്യഘട്ടത്തിലേക്ക് അദ്ദേഹം നടത്തിയ ബോധപൂർവമായ മാറ്റത്തിന്റെ പേരാണ് ഹിജ്റ. ബോധപൂർവം എന്നുള്ള വാക്ക് അടിവരക്കുക. ഹിജ്റ 6 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആസൂത്രണം ചെയ്തതാണ്. പ്രവാചകത്വത്തിന്റെ ബിഫോർ പ്രൊഫറ്റ്ഹുഡ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് BHന് മുമ്പ് 7 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന്റെ ആസൂത്രണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അഖബ ഉടമ്പടി കേട്ടിട്ടില്ലേ? അഖബ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? അതിനുള്ള ഭൂമിക ഒരുക്കുകയായിരുന്നു റസൂൽ. മദീനത്ത് ചെന്നാൽ തങ്ങളെ സ്വീകരിക്കാൻ പറ്റിയ ഒരു സദസ്സ്, ഒരു സമൂഹം, ഒരു സൊസൈറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്തു. ആദ്യത്തെ അഖബയിലും രണ്ടാമത്തെ അഖബയിലൊക്കെ ആയിട്ട്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത്. അല്ലാതെ ഒരു പാതിരാത്രി നമ്മൾ മനസ്സിലാക്കിയതുപോലെ അബൂബക്കറുമായിട്ട് വാ മോനെ എന്ന് പറഞ്ഞിട്ട് പോവുകയല്ല, ഓരോരുത്തരായിട്ട് പോവുകയായിരുന്നു. പലരും പോയി. റസൂലുള്ളാഹിക്ക് വേണ്ട ആളുകളെ റസൂലുള്ളാഹി മദീനത്ത് നിർത്തി. അനിവാര്യമായും മദീനയിൽ അവശേഷിക്കേണ്ടുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? റസൂലുള്ളാഹിന്റെ അസിസ്റ്റന്റ്. ആരായിരുന്നു റസൂലുള്ളാഹിന്റെ അസിസ്റ്റന്റ്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡമ്മി, റസൂലുള്ളാഹിന്റെ രൂപവും അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളുമെല്ലാമുള്ള ഒരു ഡമ്മി അലി റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ട വഴികാട്ടി അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം മുസ്ലിം ആയിരുന്നോ? മുസ്ലിം അല്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത്, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോ ഒരു മുസ്ലിം അവന്റെ ലോകത്ത് മാത്രം ജീവിക്കേണ്ടവനാണ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. മറ്റവരോട് ഒരു സഹകരണവും പാടില്ല. നാം നമുക്ക് വേണ്ടി പണിത ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടവനാണ് എന്നൊരു ധാരണ നമുക്ക് ഉണ്ട്, പലർക്കും ഉണ്ട്. നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോമിൽ, അവർ വേറൊരു പ്ലാറ്റ്ഫോമിൽ. അങ്ങനെയാണോ? ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം.
ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. കേട്ടിട്ടില്ലേ? ഏത് സൂറത്തിലാ? സൂറത്തുൽ ഖുർആൻ. സൂറത്തുൽ ഖുർആൻ മഹാന്മാരോട് സൂറത്തുൽ മുംതഹിന. സൂറത്തുൽ മുംതഹിനയിലാണ്. സൂറത്തുൽ മുംതഹിനയിലെ 8-ാമത്തെ. നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളോട് നല്ല നിലക്ക് നിൽക്കുന്ന മനുഷ്യന്മാരോട് നിങ്ങൾക്ക് നല്ല നിലക്ക് നിൽക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ചേർത്ത് പിടിച്ചു. അവരുടെ എക്സ്പീരിയൻസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തി. അബ്ദുല്ലാഹി ബിൻ ഉറൈഖ് മക്ക മുഴുവൻ പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈഡായി നിശ്ചയിച്ചു. ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി, ഇസ്ലാമിക ലോകത്തിന്റെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിന് പോവുകയാണ് റസൂലുള്ളാഹിയും അബൂബക്കറും. അതിന്റെ വഴികാട്ടിയായിട്ട് ആദ്യ ഗൈഡായിട്ട് സ്വീകരിച്ച മനുഷ്യൻ അബ്ദുല്ലാഹി ബിൻ ഉറൈഖ് മുസ്ലിമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനും മക്കയിലുള്ള വർത്താനങ്ങൾ വളരെ കൃത്യമായി സ്ക്രൂട്ടിനി ചെയ്ത് ഇന്റലിജൻസ് ബ്യൂറോയുടെ തനി സ്പൈ ആയി വർക്ക് ചെയ്തത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അബൂബക്കർ. അബ്ദുല്ലാഹി ബിൻ അബൂബക്കർ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ രഹസ്യ പ്രവർത്തനമാണ് മക്കയിൽ നടക്കുന്ന എല്ലാ വാർത്തകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. രണ്ടാമത്തത്. മൂന്നാമത്തത് യാത്രയുടെ വഴിയാണ്. ഇവിടെ നമുക്ക് പെരിന്തൽമണ്ണക്ക് വളരെ ഷോർട്ടസ്റ്റ് വഴി ഏതാ? റെയിലിന്റെ അപ്പുറം പോയിട്ട് നേരെ അങ്ങോട്ട് പോകലാണ്. റസൂലുള്ളാഹി മദീനത്തേക്ക് എങ്ങനെ പോയത്? മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകാൻ 320 കിലോമീറ്റർ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 390 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്തായിരിക്കും കാരണം? ആളുകൾക്ക് പരിചയമില്ലാത്ത കോസ്റ്റൽ വേ, അതിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി പോയിട്ടാണ് റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് പോയത്. ഇതൊക്കെ വളരെ കൃത്യമായ നിലക്കുള്ള ആലോചനയുടെ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. 3 ദിവസം റസൂലുള്ളാഹി മദീനത്തിന്റെ അറ്റത്തേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു സൗർ എന്ന് പറയുന്ന ഗുഹയിൽ താമസിക്കുന്നുണ്ട്. അവിടേക്ക് എല്ലാ ദിവസവും പാലെത്തുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുസ്ലിം അല്ലാത്ത ആമിർ ഇബ്നു ഫഹീറ എന്ന് പറയുന്ന ഒരടിമ എന്നും വരും. ഒട്ടകത്തെ മേയിച്ചുകൊണ്ട്, ആടുകളെ മേയിച്ചുകൊണ്ട് വരും. അദ്ദേഹത്തിനും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനും ആവശ്യമുള്ള പാലൊക്കെ കൊടുക്കും. ഇതൊക്കെ കൃത്യമായ ചരിത്രം, തെളിവുകളുള്ള ചരിത്രം. ഇതിനെയാണ് ചരിത്രം എന്ന് പറയാ, ഹിസ്റ്ററി എന്ന് പറയാ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയും സ്റ്റോറിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? 7 W's: who, why, when, where, how much എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ അത് ഹിസ്റ്ററിയാണ്. അതിലെ സ്റ്റോറിയാണ്. സ്റ്റോറി മാത്രമാണ് ഹിസ് പറയുന്ന ഉസ്താദിന്റെ സ്റ്റോറി, കഥ മാത്രമാണത്. റസൂലുള്ളാഹി കയറി അപ്പൊ തന്നെ ഒരു 8 കാലി വന്നിട്ട് എന്ത് ചെയ്തു? വലയുണ്ടാക്കി. ഒരു പ്രാവ് വന്നിട്ട് മുട്ടയിട്ടു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വളരെ സൂക്ഷിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പാമ്പിന്റെ തല കണ്ടു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കാലുകൊണ്ട് അമർത്തി. ത്രേണലിസം എന്നാണ് അതിന് പറയാ. നമ്മുടെ പത്രങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജേർണലിസത്തിന് പകരമായിട്ട് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. കൃത്യമായ തെളിവുകളില്ലാതെ പറയുന്നതിനെയാണെന്നറിയാം ത്രേണലിസം എന്ന് പറയാം. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അത് കാലുകൊണ്ട് അമർത്തി. പാമ്പ് വന്ന് കടിച്ചു. പാമ്പ് കടിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വേദനിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുനീർ ധാരധാരയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേത്തൊഴുകി. റസൂലുള്ളാഹിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി എഴുന്നേറ്റു. എന്താണ് അബൂബക്കറെ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി അവനോട് അബൂബക്കർ പറഞ്ഞു, എന്തോന്ന് കൊത്തിന്ന് തോന്നണു. കേട്ടൂടെ? ഇത് കഥയാണെന്ന്. ഇത് ഉമ്മച്ചിമാരും വാപ്പച്ചിമാരും മുത്തശ്ശിമാരും പറഞ്ഞ് തന്ന കഥയാണത്, സ്റ്റോറിയാണ്.
സ്റ്റോറിയും ഹിസ്റ്ററിയും തമ്മിൽ പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തിരിയും അതെന്താണ്, ഇത് സ്റ്റോറിയാണ്, മറ്റേത് ഹിസ്റ്ററിയാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗറിൽ താമസിക്കുകയാണ് 3 ദിവസം. ആ യാത്ര വളരെ കൃത്യമായിട്ട് റസൂലുള്ള ആലോചിച്ചുണ്ടാക്കിയതാണ്. 7 കൊല്ലം. നമ്മളെപ്പോഴെങ്കിലും 7 കൊല്ലം ഒരു വിഷയം പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പരിപാടി നടത്തിയിട്ടുണ്ടോ? ഇമാമത്ത് പോലും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. വരുന്നു, ഏതെങ്കിലും ഒരുത്തരെ പിടിച്ചിട്ട് ഇമാമത്ത് നിർത്തുന്നു, നിസ്കരിക്കുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് പ്ലാനിങ് ഉണ്ടോ? പഠന വിഷയത്തിൽ നമുക്ക് പ്ലാനിങ് ഉണ്ടോ? യാത്ര പോകുന്നതിനെ കുറിച്ച് നമുക്ക് പ്ലാനിങ് ഉണ്ടോ? പ്രോഗ്രാം നടത്തുന്നതിനെ കുറിച്ച് നമുക്ക് പ്ലാനിങ് ഉണ്ടോ? ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? പൈസ കിട്ടുമ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും, പിന്നെ അടുത്ത പൈസ ഉണ്ടാക്കുമ്പോൾ അടുത്ത ബിൽഡിംഗ് ഉണ്ടാക്കും. അപ്പോഴേക്കും ഈ ബിൽഡിംഗ് പൊളിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെള്ളം ചേർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായിട്ടുണ്ടാവും. അതിനൊക്കെ ക്രിസ്ത്യാനികൾ അച്ചായന്മാരെ കണ്ടുപിടിക്കണം. ക്രിസ്ത്യാനികൾ അവർക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. അതിൽ നിന്ന് കടുകിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. ആദ്യം അവിടെ ഒരു ബിൽഡിങ്, പിന്നെ ഇവിടെ ഒരു ബിൽഡിങ്, പിന്നെ അവിടെ ഒരു ബിൽഡിങ്, പൈസ കിട്ടുമ്പോൾ വേറൊരു ബിൽഡിങ്, പിന്നെ അത് പൊളിച്ചിട്ട് ഡിമോളിഷ് ചെയ്തിട്ട് വേറൊരു ബിൽഡിങ്, പിന്നെ ഒരു കോറിഡോറ്, പിന്നെ ആ കോറിഡോറിനെ അറ്റാച്ച് ചെയ്യുന്ന വേറൊരു വഴി. ഇതൊന്നും പ്ലാനിങ് ഉള്ളൊരു സമൂഹത്തിന് പറ്റിയതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയുടെ പ്ലാനിങ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനെ പ്ലാൻ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഡമ്മിയെ, എന്തിനാ ഡമ്മി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഒരു ഉത്തരവാദിത്വം, ഒരു ട്രഷറി ആയിരുന്നു മക്കത്തെ. അൽ അമീൻ അല്ലേ? ആളുകളുടെ എല്ലാ സൂക്ഷിപ്പ് സ്വത്തുകളും ആരുടെ അടുത്താണ് ഉണ്ടായിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ് ഉണ്ടായിരുന്നത്. അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട്. അതാരായിരുന്നു? സ്വന്തം ശരീരത്തിന്റെ രൂപലാവണ്യങ്ങളെല്ലാമുള്ള അദ്ദേഹത്തിന്റെ കൊച്ചാപ്പയുടെ മകൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ വളർന്ന ആളാണ് അലി റളിയല്ലാഹു തആല അൻഹുവിനെ. അതെല്ലാം ഉത്തരവാദിത്വമൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എത്ര കൃത്യമാണ് നോക്കൂ, എത്ര മൈന്യൂട്ടാണ് നോക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ യാത്രയാണ് എന്നിട്ട് നമ്മൾ ഫ്ലീ എന്ന് പറയുന്നത്. ഇതൊരു ഫ്ലീ ആണോ? ഇത് പ്രബോധനത്തിന് ഏറ്റവും പറ്റിയ ഒരു ഭൂമിക തേടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ദൗത്യം, മക്കത്തുള്ള ദൗത്യം പൂർത്തിയാക്കിയിട്ട് മദീനത്തേക്ക് ബോധപൂർവം പറിച്ചു നടുകയാണ് ചെയ്തത്. തഖറബ് അനിൽ ഔതാനി ഫീ തലബിൽ ഉസ്ഉല വസാഫിർ ഫഫിൽ ഇസ്ഫാരി ഖംസു ഫവാഇദി തഫ്രീജു ഹമ്മിൻ വഇക്തിസാബു മഈശത്തിൻ ഇൽമുൻ വആദാബുൻ വസുഹ്ബത്തു മാജിദി. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇമാം ഷാഫി പറഞ്ഞതാ, നീ യാത്ര പോവുക, യാത്ര പോകുമ്പോൾ നിനക്ക് 5 മെച്ചങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയാം? തഫ്രീജുഹം, ഒരു റിലാക്സേഷനൊക്കെ കിട്ടും, മനസ്സിനൊരു സാന്ത്വനം. പലപ്പോഴും നമ്മുടെ യാത്രകളിൽ ടെൻഷനാ ഇല്ലേ? വീട്ടിലേക്ക് രാത്രി ആവുന്നതിന് മുമ്പെത്തോ അങ്ങനെയൊന്നുമല്ല. റിലാക്സ് ആയ, ആലോചിച്ച് ഒരു സമയം ഉണ്ടാക്കിയിട്ട് പോവുകയാണെങ്കിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഞാൻ കോയമ്പത്തൂർ ഇന്ന് രാത്രി മഗ്‌രിബിന് മുമ്പായിട്ട് എത്തും. അതെൻ്റെ പ്ലാനിങ്ങിൻ്റെ ഭാഗം. അപ്പോൾ ഞാൻ അതിനുള്ള ഏറ്റവും പറ്റിയ മാർഗമായിരിക്കും സ്വീകരിക്കുക. അങ്ങനെ കൃത്യമായി പ്ലാനിങ് ചെയ്തു പോവുകയാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. തഫ്രീജു ഹമ്മിൻ വഇക്തിസാബു മഈശത്തിൻ, സമ്പത്തുണ്ടാക്കാൻ കഴിയും, ജോലി നേടാൻ കഴിയും. പലപ്പോഴും നമ്മുടെ പ്രവാസികൾ മക്കത്തേക്ക് GCCയിലേക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കൊക്കെ പോകുന്നത് എന്തിനാ? വെറുതെ പോവുക അല്ലല്ലോ. അവരുടെ മഈശത്ത് അള്ളാഹു അവിടെയാണ് എഴുതിയിട്ടുള്ളത്, അങ്ങോട്ടാ പോകുന്നത്. അതുപോലെ തന്നെ ഇൽമുൻ, പല ആളുകളും പഠിക്കാനാണ് പോകുന്നത്. യാത്രകൾ പലതും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ദിക്കും ദിക്റും എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തില്ലേ? ദിക്കും ദിക്റും, യാത്രകളിൽ നിന്ന് ഒരുപാട് വിവരം കിട്ടാനുണ്ട്. ആദാബ്, പല കൾച്ചറുകൾ പഠിക്കേണ്ടത് അവിടെ നിന്നാണ്. പല കുസിൻസ്, ഭക്ഷണ രീതികൾ, പല വസ്ത്ര രീതികൾ ഒക്കെ നമ്മൾ അവിടെ നിന്നാണ് പഠിക്കുന്നത്. നമ്മളെപ്പോഴും ഒരേ ഡ്രസ് കോഡിൻ്റെ ആളുകളാണ്. നമുക്ക് മറ്റൊരു ഡ്രസ് കോഡിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല.
ഇസ്ലാം അത്ര ഡ്രൈ ആണ്, റഫ് ആൻഡ് ടഫാണ്, ഒരേ ഒരു വേഷമേ മുസ്ലിമിന് പറ്റുള്ളൂ? അല്ല. പ്രാദേശികമായി എത്രയോ വേഷങ്ങളുണ്ട്, പ്രാദേശികമായി എത്രയോ ഭക്ഷണ രീതികളുണ്ട്. ഇതെല്ലാം ഒരു വിശ്വാസിക്ക് പറ്റും. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ ആദാബ്, അവരുടെ കൾച്ചർ, അവരുടെ രീതികൾ, ഇതൊക്കെ പഠിക്കാം. വസുഹ്ബത്തു മാജിദി, നല്ല മനുഷ്യന്മാരെ കണ്ടുമുട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തുള്ള മനുഷ്യന്മാരെക്കാൾ എത്രയോ നല്ല മനുഷ്യന്മാരെ ആണ് മദീനത്ത് കണ്ടുമുട്ടുന്നത്. പാതിരാത്രിയിൽ അഹ്ലൻ വസഹ്ലൻ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. റസൂലുള്ളാഹ് മക്കത്തെത്തിയിട്ട് ആദ്യം ചെയ്തത് അവിടെ ഒരു AC പള്ളി ഉണ്ടാക്കുകയായിരുന്നു, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മുടെ സംഘടിത സ്ഥാപനങ്ങളും സംഘടനകളൊക്കെ ചെയ്യുന്നത്. ആദ്യം ഒരു സ്ഥലത്ത് ഒരു യൂണിറ്റ് ഉണ്ടാക്കും, പിന്നെ അവിടെ ഒരു പള്ളി ഉണ്ടാക്കും. റസൂലുള്ളാഹ് അതാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെപ്പോഴാ? അവിടെ ആദ്യം ഉണ്ടാക്കിയത് ഒരു ഫിസിക്കൽ ബിൽഡിംഗ് ആയിരുന്നില്ല, മറിച്ച് എന്തായിരുന്നു? ഹൃദയങ്ങളുടെ നിർമ്മാണമായിരുന്നു. അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ കൃത്യമായൊരു സ്നേഹം ഉണ്ടാക്കിയെടുത്തു. ബ്രദർഹുഡ്, ലോകത്തെ ആദ്യത്തെ ഒരു ബ്രദർഹുഡ് ഉണ്ടാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സൂറത്തുൽ ഹശർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. മറ്റുള്ളവർക്ക് പ്രയാസം വന്നാലും, നമ്മൾ യേശുക്രിസ്തുവിന്റെ സംഗതിയായിട്ട് പറയാറുണ്ട്, യേശുക്രിസ്തു പഠിപ്പിച്ചതായിട്ട്, ബൈബിൾ പഠിപ്പിച്ചതായിട്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെ പോലെ അല്ല, ഇസ്ലാമിൽ നിന്നെ പോലെയാ, നിന്നേക്കാൾ. വലൗ കാന ബിഹിം ഖസാസ യൂസിറൂന അലാ അൻഫുസിഹിം, തങ്ങളെക്കാൾ. അബൂ അയ്യൂബുൽ അൻസാരി അതുപോലെയുള്ള അൻസാരികൾ അങ്ങനെയാണ്. തങ്ങളുടെ മക്കളെ കിടത്തി ഉറക്കിയിട്ട് വന്ന വിരുന്നുകാർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. അതിനെയാണ് ഈസാർ എന്ന് പറയുക, പരക്ഷേമ തൽപരത. തന്നെക്കാൾ തൻ്റെ സഹോദരന്, ഇസ്ലാമിലെ തൻ്റെ ഫ്രണ്ടിന്, തൻ്റെ സുഹൃത്തിന് ചങ്ങാത്തം, ഭക്ഷണം അല്ലെങ്കിൽ താമസ സൗകര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂ അയ്യൂബുൽ അൻസാരി വീട് തന്നെ പകുത്തു കൊടുക്കുകയായിരുന്നു. വീട് പകുത്തു കൊടുക്കുന്നു, നേരെ പകുതി. റസൂലുള്ളാഹിക്ക് ഏറ്റവും എളുപ്പം താഴെ ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ കൊടുക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, വേണ്ട, ഞാൻ മോളിൽ കയറിക്കോളാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് അദ്ദേഹം മോളിൽ കയറിയാൽ. ഇതിനെയാണ് ഈസാർ എന്ന് പറയുന്നത്. ഇത് ഹിജ്റ പോയാലും ഇല്ലെങ്കിലും ഒരു വിശ്വാസിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഈസാർ എന്ന് പറയുന്നത് എൻ്റെ സൗകര്യം മാത്രം ഞാൻ നോക്കുന്നു. ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ വേറെ ആരും ഒക്കുപൈ ചെയ്തിട്ടില്ല, അപ്പോൾ ഫാനിൻ്റെ ഏറ്റവും താഴെ ഞാൻ കിടക്കുന്നു. അങ്ങനെയല്ല പലരും ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇപ്പോഴും രാത്രി ഉറങ്ങാൻ നേരത്ത് പരമാവധി ഫാനിനോട് അടുത്ത് കിടക്കാൻ ശ്രമിക്കാറില്ലേ? അപ്പോൾ യൂസിറൂന അലാ അൻഫുസിഹിം അല്ല നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, യൂസിറൂന അൻഫുസഹും, സ്വന്തത്തിനെ പ്രിഫർ ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പൊ നമ്മൾ മുഹാജിറുകളായിട്ടില്ല, നമ്മളിപ്പോഴും അൻസാറുകളായിട്ടില്ല, നമ്മളിപ്പോഴും ആ ഒരു ലെവലിലേക്ക് വളർന്നിട്ടില്ല. ഈസാർ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കാണിച്ചെന്ന മാതൃകയാണ്. ഇവർക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരിൽ കൊടുക്കുന്നത് തന്നെയാണ് ഈസാർ എന്ന് പറയുന്നത്. ഇവൻ പട്ടിണിയിലാണ്, അബൂ അയ്യൂബുൽ അൻസാരിയുടെ കുടുംബം പട്ടിണിയിലാണ്. പക്ഷേ അവിടെയുള്ള ആടിനെ അറുത്തിട്ട് ഈ സഹാബത്തിനെ തീറ്റിക്കുകയാണ് പാതിരാത്രിയിൽ. അവിടെയുള്ള ഈത്തപ്പഴം, ഏറ്റവും വില കൂടിയ ഈത്തപ്പഴം അവരെ തീറ്റിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് ഈസാർ എന്ന് പറയുന്നത്. തൻ്റെ സാഹോദര്യത്തിലുള്ള സഹോദരന്മാർക്ക് കൊടുക്കുക എന്ന് പറയുന്നതിനെയാണ് ഈസാർ എന്ന് പറയുന്നത്. അങ്ങനെ അത് ഇങ്ങനെ കടന്നു വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് നിന്ന് പോകുമ്പോൾ ഒരു വർത്താനം പറയുന്നുണ്ട്, അല്ലേ? മക്കത്ത് നിന്ന് പോകുമ്പോൾ റസൂലുള്ളാഹി മക്കത്തെ ഓരോ മലകളോടും അവിടുത്തെ പൂക്കളോടും അവിടുത്തെ മരങ്ങളോടൊക്കെ സ്നേഹം വെച്ച് പുലർത്തിയിരുന്ന ഒരു നായകനാണ് റസൂലുള്ളാഹി.
എല്ലാ വൃക്ഷങ്ങളോടും മലകളോടൊക്കെ സ്നേഹം വെച്ച് പുലർത്തിയിരുന്ന, അവിടുത്തെ മൃഗാദികളോട് വരെ സ്നേഹം കാരുണ്യം വെച്ച് പുലർത്തിയിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം മക്കത്ത് നിന്ന് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, അത് എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാം. വഇന്നക ലഖൈറു അർദില്ല ലൗലാ ഖൗമുകി അഖ്റജൂനി മാ ഖറജ്തു മിൻക. ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ ഭൂമിയിലെ ഏറ്റവും നല്ല പ്രദേശമാണ് നീ. നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ, എന്നെ എക്സ്പെൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ നിന്നും പോകുമായിരുന്നില്ല. സ്വന്തം നാടിനോട് ഇത്രമാത്രം സ്നേഹം വെച്ച് പുലർത്തിയിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പോകുന്നത്. വെറുതെ പോകുകയല്ല, അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് പോകുന്നത്. പോയാലും അവിടെ പോയാലും പട്ടിണി കിടക്കരുത്. പട്ടിണി കിടക്കാത്ത രീതിയിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ സമ്പത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സമ്പത്ത്, റസൂലുള്ളാഹി മക്കത്തെ ഏറ്റവും അറിയപ്പെടുന്ന പെർഫ്യൂം കച്ചവടക്കാരനായിരുന്നു. നിങ്ങൾക്കറിയുമെന്നറിയില്ല. അവിടുത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയുടെ ഉടമസ്ഥനായിരുന്നു. നിങ്ങൾക്കറിയുമെന്നറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കത്തെ വരുമാന മാർഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. റസൂലുള്ളാഹി അവിടുത്തെ ഏറ്റവും സമ്പന്നനായ യുവാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം ഈ ബൈഉൽ മുദാറബ, ഷെയർ കച്ചവടം അല്ലെങ്കിൽ പാർട്ട്ണർ കച്ചവടത്തിലൂടെ ഉണ്ടാക്കിയതാണ്. ഖദീജ ബീവിയുടെയും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചതൊക്കെ ആയിട്ട് ഒരുപാട് സമ്പത്തുണ്ട്. ഈ സമ്പത്തുമായിട്ടാണ് പോകുന്നത്, വെറുതെ ഓടുകയല്ല. അങ്ങനെ സമ്പത്തുമായിട്ടാണ് പോകേണ്ടത്. ഹിജ്റ പോകേണ്ടത് ഞാൻ അള്ളാന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ട് കാലി കൈയായിട്ട് പോകാം, ഇട്ട പോക്കറ്റ് ഇട്ട ഷർട്ട് മാത്രം, അങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ പോവുക, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ അള്ളാന്റെ മാർഗത്തിലല്ലേ. അള്ളാന്റെ മാർഗത്തിലാണെങ്കിലും തിന്നണ്ടേ അല്ലേ? അസ്ഹാബുൽ കാഫിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ബി വരിക്കും ഹാദിഹി ഇലൽ മദീന ഫൽയൻദുർ അയ്യുക്കും, എന്താണ് ഈ കോയിനുമായിട്ട് പോയി നോക്കൂ, എന്നിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വരൂ. അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെട്ട യുവാക്കളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അപ്പോ അസ്ബാബുകളെ, നിമിത്തങ്ങളെ എല്ലാം അങ്ങനെ തന്നെ ആസ് ഇറ്റ് ഈസ് സ്വീകരിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് പോകുന്നത്? മദീനത്തേക്ക് പോകുന്നത്. അതിനെയാണ് ഹിജ്റ എന്ന് പറയുന്നത്. ബോധപൂർവമായി പ്ലാൻ ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു സംഗതിയായിരുന്നു ഹിജ്റ. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ചില പ്രഖ്യാപനങ്ങളുണ്ട്. മദീന ഈ ഗാർ സൗറിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഇടയിലാണ് അവിടെ മദീനത്തെ ബ്രദർഹുഡിലേക്കൊക്കെ നമ്മൾ കയറിപ്പോയത്. അവിടെ ഒരു മനുഷ്യൻ വരുന്നുണ്ട്, സുറാഖ. കേട്ടിട്ടുണ്ടോ സുറാഖയെ കുറിച്ച്? സുറാഖയോട് ഓരോരുത്തർക്ക് വേണ്ട വർത്താനാണ് റസൂലുള്ളാഹി പറയാ. സുറാഖ നിസ്വനായ പാപ്പർസ്യൂട്ടായ ഒരു ചെറുപ്പക്കാരനാണ്. സുറാഖയോട് റസൂലുള്ളാഹി വന്നിട്ട് എത്തി വലിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോ 2 കാലുകൾ കണ്ടു. അബൂബക്കറിന്റെ കാലാണ്. ശരിക്കും നോക്കി. അപ്പോൾ നോക്കുമ്പോൾ വേറെ 2 കാലുകളുണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ്. റസൂലുള്ളാഹിന്റെ കാലുകളാണ്. അപ്പോൾ ആ സുറാഖ അവിടെ മക്കത്തൊരു ഒരു ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു ആഡ് വന്നിട്ടുണ്ട്. ആ ആഡ് എന്തായിരുന്നു? ആരെങ്കിലും മുഹമ്മദിനെയോ അബൂബക്കറിനെയോ അല്ലെങ്കിൽ 2 പേരെയോ, ബോത്ത് ഓഫ് ദം, ജീവനോടെയോ ജീവനില്ലാതെയോ കൊണ്ടുവന്നു തന്നാൽ ഇത്രയും ഒട്ടകം ഇനാം. 80 ഒട്ടകം, 100 ഒട്ടകം എന്നൊക്കെ പറയുന്ന പല റിവായത്തുകളുണ്ട്. സുറാഖ ഒരു പണിയില്ലാണ്ട് കിടക്കുന്ന ഒരു TVS ആയിരുന്നു, തെക്ക് വടക്ക് സർവീസ്. പെട്ടെന്നാണ് ഈ വാർത്ത കേൾക്കുന്നത്, ഈ അഡ്വർടൈസ്മെന്റ് കാണുന്നത്. അമ്പട ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് സുറാഖ പുറപ്പെടുന്നത്. അവിടെ ചെന്നപ്പോൾ റസൂലുള്ളാഹിക്ക് സുറാഖയുടെ മെന്റാലിറ്റി മനസ്സിലായി. ഒരു ചെറുപ്പക്കാരൻ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഓരോന്നിനും ഓരോ സംസാരമുണ്ട് ഇല്ല. ലിക്കുല്ലി മഖാമിൻ മഖാൽ വലിക്കുല്ലി റിജാലിൻ മജാൽ. ഇന്നോട് ഇന്നത്, ഇന്നപ്പം ഇന്നത്, ഇന്നയിന് ഇന്നത്. അതിനെയാണ് ഇന്നദിയാത്തുൽ അർബഅ എന്ന് പറയാം. ഓരോരുത്തരോടും എന്താണ് പറയേണ്ടതെന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. സുറാഖിനോട് റസൂലുള്ളാഹി എന്താ പറഞ്ഞതെന്നറിയോ? കൊടുക്കണ്ട,
ഉണ്ട്. ഞാൻ ബാങ്ക് കൊടുത്തപ്പോൾ നിർത്തിയത് ബാങ്കിനോടുള്ള ആദരവ് കൊണ്ടാണ്, നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി നിർത്തിയതല്ല. അള്ളാന്റെ ഷായറുകളെ ആദരിക്കുക എന്ന് പറയുന്നത് ഹൃദയത്തിൽ തഖ്വയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. വമൻ യുഅള്ളിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാണ്ട് മുഖം കഴുകാൻ പോകാനോ മൂത്രയിക്കാൻ പോകാനോ സംസാരിക്കാനോ ചായ കുടിക്കാനോ ഉള്ള സമയമല്ല ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്നത്. ആണോ? അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ തഖ്വ എവിടെയോ ഒരു കുറവുള്ളതിൻ്റെ പേരിലാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ പലയിടത്തും ഒരേ സമയത്ത് ബാങ്കാണ്, എല്ലായിടത്തും മെയ്ക്കുമാണ്. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് കൊടുക്കുന്നതും പ്രശ്നമാണ്, അതിനോടുള്ള അനാദരവാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ ഖുർആൻ പോലും ഓതാൻ പാടില്ല. ഓതാൻ പറ്റുമോ? അപ്പം സംസാരിക്കാൻ പറ്റുമോ? ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനോടുള്ള ആദരവിന്റെ ഭാഗമാണ്. അപ്പോ സുറാഖയോട് റസൂലുള്ള പറഞ്ഞ വർത്താനാണ്, താങ്കളുടെ കങ്കണങ്ങൾ കൈകളിൽ കിസ്റയുടെ വളകൾ ഞാൻ കാണുന്നു. അയാളെ എങ്ങനെയാണ് ക്യാച്ച് ചെയ്യേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുപിടിക്കണം. സുറാഖ ആ ഒരു ഓഫറിൽ വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാൻ വന്ന സുറാഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായി നിമിഷങ്ങൾ കൊണ്ട് മാറി. ഒരു പൊളിറ്റിക്കൽ കണ്ടന്റ് റസൂലുള്ള അദ്ദേഹത്തിന് കൊടുത്തു, താങ്കൾക്ക് കിസ്റയുടെ വളകൾ കിട്ടാനിരിക്കുന്നു. ഇത് കേട്ട നമ്മുടെ മൗലിയാക്കന്മാർക്ക് ആണുങ്ങൾക്ക് സ്വർണത്തിന്റെ വള പറ്റോ എന്ന് പറഞ്ഞ ഫിഖ്ഹിയായ ചോദ്യം ഉണ്ടാകുക അല്ലേ? റസൂലുള്ള അവിടെ നടത്തിയ പ്രഖ്യാപനം എന്തായിരുന്നു? താങ്കൾക്ക് കിസ്റയുടെ വളകൾ കിട്ടുന്ന.
സുറാഖയെ ഉസ്മാൻ റളിയല്ലാഹു തആല വിളിക്കുന്നുണ്ട്. ഇതാ കിസ്റയുടെ കങ്കണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സുറാഖയെ ഉസ്മാൻ റളിയല്ലാഹു തആല സംഗതി ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ആവശ്യം അതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്തത് അതാണ്. അതുപോലെ തന്നെ ഖന്തക്കില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഫുതിഹത്ത് മഫാത്തിഹു മിസ്ർ, ഫുതിഹത്ത് മഫാത്തിഹു ഖൈസർ, ഫുതിഹത്ത് മഫാത്തിഹു കുനൂസു റൂം, റോമയുടെ ഖജാനകളുടെ താക്കോലുകൾ കീഴടക്കിയിരിക്കുന്നു. എപ്പോഴാ പറയുന്നേ? പട്ടിണി എടുക്കാം, എല്ലാവരും പട്ടിണി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടു നിവർത്തി വെക്കാൻ വേണ്ടി വടി വെച്ചേക്കാണ്, കല്ല് വെച്ചേക്കാണ്, അത്രയും പട്ടിണി. ആ സമയത്താണ് റസൂലുള്ളാഹി ഈ ഒരു പ്രഖ്യാപനം പറയുന്നത്. പറഞ്ഞാൽ അവരെ ആവേശത്തിന്റെ ഒരു വലിയൊരു സ്വപ്നം കാണിക്കുന്നതിന്റെ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതുപോലെ തന്നെ റസൂലുള്ളാഹി നടത്തിയിട്ടുള്ള ഒരുപാട് പൊളിറ്റിക്കൽ കണ്ടന്റുള്ള വർത്തമാനങ്ങളുണ്ട്. റസൂലുള്ളാഹി പറയുന്നുണ്ടല്ലോ, ഒരു കാലം വരും, അന്ന് ഹീറയിൽ നിന്നൊരു പെൺകുട്ടി ഒറ്റക്ക് പുറപ്പെട്ട്, മൗലിയാക്കന്മാരുടെ കണ്ണ് അവരുടെ നെറ്റ് തുളിയാൻ അത് മതി, ഒറ്റക്ക് പുറപ്പെട്ട് സൻഅയിലൂടെ ഹളറമൗത്തിലെത്തി. എത്ര ദിവസമായി? മക്കത്ത് നിന്ന് മദീനത്തേക്ക് എത്താൻ റസൂലുള്ളാഹിക്ക് 12 ദിവസം എടുത്തു. സൻഅയിൽ നിന്ന് ഹളറമൗത്തിലൂടെ മക്കത്തെത്തി, കഅബയിലെത്തി, തവാഫ് നിർവഹിച്ച് തിരിച്ചു പോകുന്ന കാലം. ഇത് കേട്ടാൽ നമ്മുടെ മൗലിയാക്കന്മാര്, മൗലവിമാര്, ഉസ്താദുമാര്, ഒരു പെണ്ണ ഒറ്റക്ക ഹജ്ജിന് പോവുകയാണ്, അവർക്കതിൻ്റെ ഫിഖ്ഹാണ് മനസ്സിലാവുള്ളൂ, അതിൻ്റെ പൊളിറ്റിക്കൽ കണ്ടന്റ് മനസ്സിലാവില്ല. റസൂലുള്ളാഹി അവിടെ പറഞ്ഞത് അതാ. അപ്പോ റസൂലുള്ളാഹിന്റെ ഇത്തരത്തിലുള്ള ഈ പരാമർശങ്ങളും ഇത് വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയമുള്ള ഒരു വർത്തമാനമാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്. അങ്ങനെ സുറാഖ ഇതുവരെ ഇസ്ലാമിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി വന്ന ആള്, റസൂലുള്ളാഹിനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന ആള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായി മാറുന്ന ഒരു വലിയ വർത്താനാണ് റസൂലുള്ളാഹി അവിടെ വെച്ച് നടത്തിയത്. അങ്ങനെ റസൂലുള്ളാഹി മദീനത്തെത്തുന്നു. മദീനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ചെറുപ്പക്കാര്, അവിടുത്തെ കുട്ടികള്, അവിടുത്തെ സ്ത്രീകള് എല്ലാവരും മുഹമ്മദിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. റസൂലുള്ളാഹിനെ കൺകുളിർക്കെ കാണുകയാണ്, അവർ ചെണ്ട കൊട്ടുകയാണ്, ദഫ് മുട്ടുകയാണ്. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത് എന്നാണ്. അങ്ങനെ സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടാക്കിയെടുത്തൊരു സൗഹാർദ്ദമുണ്ട്, ഒരു ഫ്രറ്റേണിറ്റി. ആ ഫ്രറ്റേണിറ്റിക്ക് ശേഷം മാത്രമാണ് റസൂലുള്ളാഹി അവിടെ പള്ളി ഉണ്ടാക്കുന്നത്. ആ ഒരു സൗഹാർദ്ദം, ആ ഒരു ചങ്ങാത്തം, അല്ലിഖ, സാഹോദര്യം എന്നാ. എന്താ സാഹോദര്യം എന്ന് പറഞ്ഞാൽ അർത്ഥം? ഉദരത്തിൽ സഹവസിച്ചവനാണ് മലയാളത്തിൽ അതിനെ പറയാം, സഹോദരൻ. ഉദരത്തിൽ, ഇസ്ലാമാകുന്ന ഉദരത്തിൽ സഹവസിച്ചവനാണ് അബൂദറും സൽമാനും. സൽമാൻ എവിടുത്തുകാരനാ? പേർഷ്യക്കാരനാണ്. അബൂദർദ എവിടുത്തുകാരനാണ്? മദീനത്തുകാരനാണ്. ഈ അബൂദർദാവിനെയും സൽമാനുൽ ഫാരിസിയെയും സഹോദരന്മാരാക്കാണ്. അവിടെ നാഷണാലിറ്റി ഇല്ല, ദേശാതീത സാഹോദര്യം. പാസ്പോർട്ടില്ല, വിസയില്ല, അവിടെ ഒന്നിന്റെ ആവശ്യമില്ല. ഇസ്ലാം ഹൃദയങ്ങൾ അടുപ്പിച്ചു, എന്നിട്ടാണ് പള്ളി പോലും ഉണ്ടാക്കുന്നത്. ഈ ഒരു ബ്രദർഹുഡിനെ കുറിച്ചാണ് നമ്മുടെ യൂസുഫ് ഖറളാവി പാടിയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുസ്ലിമൂന മുസ്ലിമൂന മുസ്ലിമൂൻ ഹൈസു കാനൽ ഹഖ് വൽ അദ്ലു നകൂൻ. കേട്ടിട്ടുണ്ടോ? കേട്ടവരുടെ കൈവയ്ക്ക്. حيث كان الحق والعدل نكون نرتضي الموت ونأبى أن نهون في سبيل الله ما أحلى المنون يا أخي في الهند أو في المغرب أنا منك أنت مني أنت بي. ഇന്ത്യയിലുള്ള സഹോദര, മൊറോക്കോയിലുള്ള സഹോദര, നാം എന്താണ്? പരസ്പരം സഹോദരന്മാരാണ്. ഇഖ്വാനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കെയ്റോയിലുള്ള ഒരു ഇഖ്വാനി തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അലക്സാണ്ട്രിയയിലുള്ള ഒരു ഇഖ്വാനി യർഹമക്കുല്ലാഹ് എന്ന് പറയുന്ന ഈ മനസ്സുകളുടെ ഈ അടുപ്പം, ഇതാണ് വാസ്തവത്തിൽ ഹിജ്റ കൊണ്ടുണ്ടാകേണ്ടത്.
ഏതോ നാട്ടുകളിൽ നിന്നുള്ള മക്കളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാനസികമായ അടുപ്പം സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ സമകാലികമായ ഹിജറ നടന്നിട്ടില്ല എന്നാണ് വിശ്വസിക്കേണ്ടത്. അപ്പോ പ്ലാനിങ്, അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി, ബ്രദർഹുഡ് എന്ന് പറയുന്നത്, ഇതെല്ലാമാണ് ഹിജറയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന സമകാലിക പാഠം. അതോടൊപ്പം തന്നെ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച ഒരു ഹദീസ്, മൻ ഹാജറ നഫ്സഹു ഫീമാ നഹല്ലാഹു അൻഹു, അള്ളാഹു വിരോധിച്ചതിനെ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുക എന്ന് പറയുന്ന മഹത്തായ ത്യാഗം, ആ ത്യാഗത്തോടു കൂടി മാത്രമേ ഹിജ്റ പൂർത്തിയാവുകയുള്ളൂ. അല്ലാതെ ഫിസിക്കലായ ഒരു മൈഗ്രേഷൻ ഇനി നമുക്കില്ല. ഫിസിക്കലായ ഒരു യുദ്ധം, ജിഹാദ് ഇനി നമുക്കില്ല. അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ നാം ചെയ്യുന്ന മറ്റ് ത്യാഗപരിശ്രമങ്ങൾക്കാണ് ജിഹാദ് എന്ന് പറയുക. അള്ളാഹുവിന് വേണ്ടി അള്ളാഹു നിരോധിച്ച വസ്തുക്കളെ ഉപേക്ഷിക്കുന്നതിലാണ്, ത്യാഗം ചെയ്യുന്നതിനെയാണ് ഡിവോട്ട് ചെയ്യുന്നതിന്റെ പേരാണ് ആധുനിക കാലത്തെ ഹിജ്റ എന്ന് പറയുക. അതിനുവേണ്ടി നാം നടത്തുന്ന സജ്ജീകരണങ്ങളാണ്, അതിനുവേണ്ടി നാം നടത്തുന്ന പ്ലാനിങ്ങുകളാണ് അതിൻ്റെ ഹിജ്റ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നാം ഉണ്ടാക്കിയെടുക്കുന്ന സാഹോദര്യത്തിന്റെ പേരാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇത്തരം പാഠങ്ങളാണ്, അല്ലെങ്കിൽ ഇത്തരം സ്റ്റേഷനുകളാണ് ഹിജ്റയിൽ നാം നിർത്തേണ്ട, അതുപോലെ തന്നെ നാം ആലോചിക്കേണ്ടുന്ന സ്റ്റേഷനുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ ഹിജ്റയെ മനസ്സിലാക്കാനും സമകാലികമായ ഈ ഒരു പലായനം, ഈ ഒരു ത്യാഗം ജീവിതത്തിൽ ബോധപൂർവം നടത്താനുമുള്ള ഉദവിയും തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസൈരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ഞാൻ തരും. 8:20 വരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോഴാണ് സംവാദമാകുക, അല്ലെങ്കിൽ പ്രസംഗമാകുക. ഇൻഷാ അല്ലാഹ്. Yeah.